ഒരു നാട് നശിച്ചു പോകുന്നതിന്റെ മഹിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഇന്നലെ പേരാമ്പ്രയിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവര് തൊണ്ട കീറി ആർത്ത് പൊട്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആ ചോദിക്കാൻ വന്ന ഒരു മനുഷ്യൻ തന്റെ നാട്, തന്റെ വീട് തകർന്നു പോവരുത്, ഈ ഒരു മാഫിയക്കെതിരെ ഒരു ചെറു ശബ്ദമായിട്ടെങ്കിലും താൻ ഉണ്ടാവണമെന്ന് ആ നാട്ടുകാരൻ വിചാരിച്ചതിന്റെ ഭാഗമായിട്ട് എതിർത്തതിന്റെ പേരിൽ അവരോടാണ് ആ സ്ത്രീ ഇത്രമേൽ തട്ടിക്കേറുന്നത്. ഒരു കാര്യം തീർത്തു പറയാം, ഒരു MDMA, ഒരു ഡ്രഗ് അടിച്ച പുരുഷനേക്കാൾ ഏറ്റവും ഭയാനകമാണ് ഒരു മദ്യപാനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വാക്കുകൾ എന്ന് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെ. നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട്, നിയമത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു പോലീസ് ഓഫീസർ ഈ നാട്ടിലെ, നമ്മുടെ നാടുകളിലെ ഈ ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടുള്ള നമ്മുടെ കുട്ടികളെ ഇത്രയേറെ വരിഞ്ഞു മുറക്കിയിട്ടുള്ള ആ ക്യാൻസറിനെതിരെ പോരാടാൻ തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. ഇനി നോക്കിക്കോ നിങ്ങൾ, നാളെ ആ നാട്ടുകാർക്കെതിരെ പിച്ചി, തോണ്ടി, നോക്കി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീലംബന കേസുകളായിരിക്കും അവർക്കെതിരെ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല നാട്ടുകാരും ഇതിനെതിരെ ഒരു ശ്വാസം കൊണ്ടുപോലും ശബ്ദമുയർത്താൻ മടിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞു തരാം, അതിർത്തി കടന്നെത്തുന്ന ഇത്തരത്തിലുള്ള ഈ മനുഷ്യരെ അല്ലെങ്കിൽ ഈ ക്യാൻസറിനെ നമ്മുടെ കേരളത്തിന്റെ അതിർത്തികളിൽ വെച്ച് തന്നെ ഇത് ഇല്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ, ഒരു മാസത്തിനുള്ളിൽ തൂഫാൻ ഒന്നുകൂടി ആഞ്ഞടിക്കാൻ കഴിഞ്ഞാൽ ഈ ഒരു സംരംഭം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട് ഇതിൽ നിന്ന് മുക്തമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആർത്തുല്ലസിച്ച് നാട്ടുകാർക്കെതിരെ കടിച്ചു ചീന്താൻ വരുന്ന ഈ കുട്ടികളില്ലേ, ഈ സ്ത്രീകൾ, ഈ പുരുഷൻ, ഇവർക്കൊക്കെ എവിടുന്നാണ് ഈ ധൈര്യം കിട്ടിയത്? എവിടുന്നാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടിയത്? ഞങ്ങളെ തൊടാൻ, എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങളെ തൊടാൻ ഇവിടുത്തെ നിയമത്തിന് സാധിക്കില്ല എന്നുള്ള മിഥ്യാബോധം കൊണ്ടാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആർജവത്വമുള്ള ഒരു പോലീസുകാരൻ FIR ഇടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കീടങ്ങളെ നമുക്ക് അവരെ വരച്ച വരയിൽ നിർത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്നുള്ളത്. പക്ഷേ അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, നടു റോഡിൽ വാഹനമിട്ട് അഭ്യാസ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു ലേഡി ഇൻഫ്ലുവൻസർ, അവർക്കെതിരെ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയയിൽ വന്ന കേസ് എന്താണ്? ഞാൻ കോടതിയിൽ ഫൈൻ അടിച്ച് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് എന്റെ കേസ് തീരുന്നു എന്നുള്ളതാണ്. ഈ ചിന്ത എവിടുന്ന് കിട്ടുന്നോ? നമ്മുടെ പുതിയ തലമുറയ്ക്ക് എവിടുന്നാണ് നമ്മുടെ നിയമം ഇത്രമേൽ ബാലിശമാണ് എന്നുള്ള ചിന്ത നമുക്ക് കിട്ടുന്നത്? അത് മുൻപെയുള്ള കേസുകളിൽ നിന്ന് അവർക്ക് തന്നെ കിട്ടുന്ന പ്രചോദനമാണ്. അതില്ലാതാകുമ്പോ, അതല്ലെങ്കിൽ ആ ഒരു മിഥ്യാബോധം ഇല്ലാതാകുമ്പോ നമ്മൾ സ്വമേധയാ തിരുത്താൻ തയ്യാറാകും എന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം പറയട്ടെ, ഇത്തരത്തിലുള്ള കീടങ്ങൾക്കെതിരെ തൂഫാൻ ആഞ്ഞടിക്കുകയാണ് എങ്കിൽ തൂഫാനിൽ കുറെ കൂടി മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥർ വന്ന് നാടിന്റെ മുച്ചൂടം നശിപ്പിക്കുന്ന ഈ ലഹരിയെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, മടയിലിരിക്കുന്ന പലരും പുറത്തിറങ്ങും. മടയിലേക്ക് പുക കയറ്റി അവരെ പുറത്തിറക്കി തുറുങ്കിലടക്കുന്ന ഒരു തൂഫാൻ എന്ന് പറയുന്ന ഈ ഒരു സംരംഭത്തിൽ ജാതി ഭേദമന്യേ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നാളിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട് ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100% തൂഫാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് മുമ്പോട്ട് പോവാം.